ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ബീഫ് കറിയാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് നേരത്തെ തന്നെ വിനാഗിരി ഒഴിച്ച് കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കുക്കർ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് ചെറിയുള്ളി, ഞാനിപ്പോൾ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. സവാള വേണ്ടവർക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ സാദാ മുളക് പൊടി, കുറച്ച് കുരുമുളക്, അത് എരിവിന് ആവശ്യമുള്ളത്, നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യമുള്ളതനുസരിച്ച്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, ഉപ്പ്, കറിവേപ്പില ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ബീഫിലോട്ടിട്ട് നല്ലതുപോലെ കൈകൊണ്ട് പുരട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേവിക്കാൻ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫ് വെന്ത് വരുമ്പോൾ വെള്ളം ഇറങ്ങി വരും. ബീഫ് വേവുന്നത് എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. എനിക്കിവിടെ കിട്ടുന്ന ബീഫ് എപ്പോഴും ഒരു 4 വിസിലടിക്കുമ്പോൾ വെന്ത് കിട്ടാറുണ്ട്. ഇനി ബീഫ് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് തേങ്ങാക്കൊത്ത് ഈ ഒരു പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ബീഫ് കറിക്കായാലും ചിക്കൻ കറിക്കായാലും തേങ്ങാക്കൊത്ത് ഈ ഒരു പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ കറിക്കകത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയുള്ളി എടുത്തതേ ഉള്ളൂ. കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളെല്ലാം മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നത്, ഞാൻ മല്ലിപ്പൊടി ചേർക്കാതെയും ബീഫ് കറി വെക്കാറുണ്ട്. മല്ലിപ്പൊടി ചേർക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചേർക്കാതെയും കറി വെക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബീഫ് വെന്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി വേണ്ട നല്ലപോലെ വെന്ത് ചാറൊക്കെ കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും എരിവും ആവശ്യത്തിനുണ്ടോ എന്നൊന്നുകൂടെ നോക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ ആർക്കും ഒരുപാട് ഗ്രേവി വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കറി വാങ്ങി വെക്കുവാണേ. പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് അല്പം ചോറെടുത്ത് കുറച്ച് ബീഫ് കറി ഇട്ട് നല്ലപോലെ പുരട്ടി കുഴച്ച് കഴിച്ചാലോ? എന്നാൽ ശരി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.